എടാ ടോമിയെ നമ്മൾ കുറെ നാളായിട്ടല്ലടാ നമ്മുടെ ഈ രണ്ട് കാറും കൊണ്ട് നടക്കണേ. ആ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോട്ടേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ. ഇന്നെന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നേക്കണേന്ന് വെച്ചാൽ. ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പം ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ടോമിയുടെ ചേട്ടനെ കണക്കാണ് കേട്ടാ. എടാ ടോമി, നമുക്കെന്തായാലും ഒരു പുതിയൊരു വണ്ടി എടുത്താലാ? ആ ചേട്ടാ, അത് തന്നെ ഞാനും ആലോചിക്കണം. നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ആകെ ഉള്ള വണ്ടി എന്ന് വെച്ചാൽ ഈ കാണുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറാണ് കേട്ടാ. ഈ കാണുന്ന ഹണ്ടറും പിന്നെ ഈ കാണുന്ന ഏതാണ് മഹീന്ദ്രയുടെ താറും കൂടെ എന്തായാലും ഉണ്ട് കേട്ടാ. ഈ രണ്ട് വണ്ടിയേ നമ്മുടെ കയ്യിലുള്ളൂ. ആടാ ടോമിയാ, നീ പറഞ്ഞത് ശരിയാണ്. നമുക്കപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങിക്കാലോടാ ടോമി. ആ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇല്ലേ പുതിയൊരു വണ്ടികളൊക്കെ എടുക്കാം കേട്ടാ. ഓക്കെ, അപ്പം എന്തായാലും ചേട്ടാ ഇവിടെ തന്നെ ഒന്നുമില്ലേ, ഞാൻ പോയി ഒരു പുതിയ വണ്ടി എടുക്കാം. ആടാ ടോമിയെ, നീ പോയി പുതിയൊരു വണ്ടി എടുത്തിട്ടാ. ആ ചേട്ടാ. ഓക്കെ, ഇവിടെ അപ്പം നമ്മുടെ ടോമികളൊക്കെ എന്തായാലും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിൻ്റെ പേരുകളൊക്കെയാണ് ടോമി എന്ന് വെച്ചാൽ. ഓക്കെ, എടാ ടൈഗറേ, നീ എവിടെടാ? എടാ ടോമി എങ്ങനെ ഉണ്ടടാ? ആടാ ശരി, നിന്നെ കാണാത്തോണ്ടേ വിളിച്ചത്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ നമുക്കെന്തായാലും ചുമ്മാ എന്തായാലും ഷോറൂം വരെ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്കെന്തായാലും പുതിയൊരു വണ്ടി എടുക്കണം ഇതൊക്കെ. അല്ലെങ്കിൽ എന്തിനാ പുതിയ വണ്ടി എടുക്കണ? നമ്മുടെ കയ്യിൽ എന്തായാലും ഈ താറുണ്ട്. ഈ താറിന് നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്തെടുത്താൽ പോരെ. നമ്മളെന്തിനാ അത്രയും കഷ്ടപ്പെട്ട് വണ്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണേ? നമ്മുടെ കയ്യിൽ എന്തായാലും ഈ വണ്ടി ഉണ്ട്, ഇതിന് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കാം. അത് മാത്രമല്ല, ഇന്നലെ ആരും അറിയാതെ ഒരു വലിയൊരു ബാങ്ക് റോബറിയും കൂടെ ചെയ്ത്. ഓക്കെ, ബാങ്ക് റോബറിങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്കെന്തായാലും ഇവിടെ ഇപ്പോൾ കുറേ പൈസകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമുക്കപ്പോൾ എന്തായാലും ഈ പൈസയൊക്കെ വെച്ച് ഈ വണ്ടി മോഡിഫൈ ചെയ്ത് കേട്ടാ. നമുക്ക് വല്ല ചക്ക ടയറൊക്കെ ആയിട്ടായി. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഗ്യാരേജുകളൊക്കെയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ ബെന്നി എന്നൊരുത്തുണ്ട്. ഓക്കെ, അവൻ്റെ ഗ്യാരേജാണ് കേട്ടാ. നമുക്ക് ഈ വണ്ടി ഫുള്ളായിട്ട് എന്നാലും ഒന്ന് മാറ്റണം കൈസ്. ഓക്കെ, അല്ലാതെ ശരിയാകത്തില്ല കേട്ടാ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ. ഓക്കെ, മഹീന്ദ്ര താർ. ഓക്കെ, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കളർ നമുക്ക് എന്ത് കളർ കൊടുക്കാം? നമുക്ക് ഈ വണ്ടിക്ക് ബ്ലൂ കൊടുത്താലോ, അതാ വൈറ്റ് കൊടുക്കണോ, അതാ ബ്ലാക്ക് കൊടുക്കണോ? നമ്മളെപ്പോഴും ബ്ലാക്കാണ് അടിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഓറഞ്ച് കൊടുത്താലേ കട്ട പോറ കേസ്. ഓക്കെ, നമുക്ക് ഈ സ്കൈ ബ്ലൂ കൊടുക്കാം കേസ്. ഓക്കെ, ഇത് പിന്നെയും കൊള്ളാം കേസ്. ഓക്കെ, കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഗ്ലാസ് നമ്മളെപ്പോഴും ബ്ലാക്ക് ടിൻ്റെ അടിക്കാറുള്ളൂ. ഓക്കെ, അതിൽ വേറെ വിട്ടുവീഴ്ചയൊന്നും വരുത്താൻ പാടില്ല. ഓക്കെ, നമുക്ക് ഹോൺ മാറ്റാം കേസ്. നമുക്ക് എയർ ഹോൺ വെക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടെ നൈസാണ്. ഓക്കെ, ഈ ഹോൺ വയ്ക്കാം കേസ്. ഇത് നൈസൊരു ഹോണാണ്. ഓക്കെ, ഇനി വീലൊക്കെ വീലാണ് നമ്മൾ എപ്പോഴും അടിപൊളിയാക്കണം. ഓക്കെ, നമുക്ക് ഏത് വീല് വെക്കാം? നമുക്കെന്തായാലും ഇല്ലേ വീലെന്തായാലും കുറേ വീലുകൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ലൊരു വീല് തന്നെ വെക്കാം കേട്ടാ. പക്ഷേ എൻ്റെ പൊന്നെ, താറിന് ഇത്രയും വലിയ വീലൊക്കെ വേണം. ഓക്കെ, നമ്മളാണെങ്കിലില്ല റോട്ടിൽ കുറേ താറുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ടയർ ഇതേപോലത്തെ ടയറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ടയറൊക്കെ ആക്കി ഇതാണ് കുറച്ച് നൈസായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഇതേ രീതിയിലുള്ള കുറച്ചുകൂടെ അകത്തോട്ടിരിക്കുന്ന ടയർ നോക്കുകയാണെങ്കിൽ അതില്ല കേസ്. ഓക്കെ, ഈ ടയർ തന്നെ വെക്കാം കേസ്. ഓക്കെ, റിമ്മിൻ്റെ കളർ എന്ത് കൊടുക്കാം? വൈറ്റ് കൊടുത്താലേ? വൈറ്റ് കാണാൻ രസമല്ലേ കേസ്. ഓക്കെ, നമുക്ക് ബ്ലൂ തന്നെ കൊടുക്കാം അല്ലേ? ബ്ലൂ കാണാൻ ഒരു കട്ട പോറ് കളർ. ഓക്കെ, നമുക്കല്ലെങ്കിൽ ഈ കളർ എടുക്കാം. ഇത് കുറച്ചുകൂടെ നൈസാണ് കേട്ടാ. ദൂരെ കണ്ടാൽ തോന്നുന്നു തുരുമ്പെടുത്തിരിക്കണ പോലെ തോന്നത്തുള്ളൂ. ഓക്കെ, നമുക്കിനി സസ്പെൻഷൻ കേസ്. ഓക്കെ, സസ്പെൻഷൻ കുറയ്ക്കണോ താക്കണോ? സാധാരണ എല്ലാ താറിനും പൊക്കെയാണ് ചെയ്യണം. ഓക്കെ, നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് താത്തിയല്ല. താത്തിയ ഭയങ്കര അലമ്പ് ലുക്കായിരിക്കും. നമുക്ക് ഫുള്ള് പൊക്കാം കേസ്. ഓക്കെ, നൈസ് ലുക്കായിരിക്കും. ഓക്കെ, വീലിൻ്റെ സൈസ് കുറയ്ക്കണോ കൂട്ടണോ? നമുക്ക് കൂട്ടാം കേസ്. ഓക്കെ, എൻ്റെ പൊന്നെ, നമ്മുടെ താറിൻ്റെ ലുക്ക് മൊത്തം മാറി കേസ്. ഓക്കെ, എൻ്റെ ആളെ നമുക്ക് കുറച്ച് സ്റ്റിക്കർ കൂടെ അടിക്കാം കേസ്. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് ഈ സ്റ്റിക്കർ അടിക്കാം, ലെഫ്റ്റിൽ നമുക്ക് എന്തായാലും ഈ സ്റ്റിക്കർ അടിക്കാം, റൈറ്റിൽ നമുക്ക് എന്തായാലും ഈ സ്റ്റിക്കർ അടിക്കാം. ഇനിയിപ്പോൾ ബാക്കിൽ നമുക്ക് ഈ സ്റ്റിക്കർ അടിക്കാം കേസ്. ഓക്കെ, ഇത് കൊള്ളാം. ഓക്കെ, ഇത് സിംഹമാണെന്ന് തോന്നണം. ഇതൊക്കെ നമുക്ക് ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക് നമുക്ക് സ്പോട്ട് തന്നെ വെക്കാം. ഓക്കെ, സ്പോർട്സ് ബ്രേക്ക്. ഓക്കെ, നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നൈട്രോ ഇൻസ്റ്റാൾ ചെയ്ത് ടയർ സ്മോക്ക് ഏത് കളർ എടുക്കാം? ടയർ സ്മോക്ക് നമുക്ക് ബ്രൗൺ വേണ്ട. ഓക്കെ, റെഡ് കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ വെറൈറ്റി ആയിക്കോട്ടെ. ഓക്കെ, നമുക്കെല്ലാം പല പല കളറും കൊടുക്കാം. ഓക്കെ, ടയർ സ്മോക്ക് ബ്രേക്ക് എല്ലാം സെറ്റാക്കി. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടി ഇറക്കാം. എൻ്റെ പൊന്നിടാവേ വലിയ ചക്ക ടയറൊക്കെ ആറ്റി നമ്മുടെ താറ് വെച്ചേക്കാണ് കേട്ടാ. നമ്മുടെ ബെന്നിയുടെ ഗാറാജിൽ അവൾ എന്ത് തോന്നിയ സ്ഥലത്തിന് വണ്ടി മോഡിഫൈ ചെയ്താലും അവൻ പൈസ വാങ്ങിക്കില്ലേ. ഓക്കെ, അത് അവൻ്റെ ഒരു കടമയാണ് കേട്ടാ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടോ. നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ കേസ്. ഓക്കെ, ഇത് പിന്നെ നൈസ് വണ്ടികളൊക്കെയാണ്. ഓക്കെ, ഇപ്പം എന്താണ് ഈ സംഭവിച്ചത് ഗായ്സ്? എൻ്റെ പുറകെ കുറച്ച് പോലീസുകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എനിക്കാണെങ്കിൽ വേണ്ട 1 സ്റ്റാർ വാണ്ടർ ലെവലും കിട്ടി. പിന്നെ വന്ന്
ഇതെന്തോടെ എനിക്ക് മാത്രമേ ഇന്ന് വാണ്ട ലെവൽ വരുമോ? പക്ഷെ എൻ്റെ പൊന്നെ 2 സ്റ്റാർ വാണ്ട ലെവൽ കിട്ടി. പക്ഷെ എൻ്റെ പൊന്നെ പോലീസുകാരന്മാരുടെ വണ്ടി ഇവന്മാര് നമ്മൾ ഒരിക്കലും വിടൂല കേട്ടാ. ഇവന്മാരെ മെയിൻ കുഴപ്പം ഇതാണ് കേസ്. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടി മോഡിഫൈ ചെയ്ത് അത്രയും കുഴപ്പമായാ എനിക്കിറങ്ങണ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവന്മാർ പിടിക്കാതെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കാം കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ ഇവന്മാര് വെടിവെച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നമുക്ക് നൈസായിട്ട് നല്ല തിരിക്കാം കേസ്. ഓക്കെ, ഇവിടുത്തെ പോലീസുകാരന്മാർ പിന്നെ ഭയങ്കര മണ്ടന്മാരാണ് കേസ്. ഓക്കെ, ചുമ്മാ ഒരു കാര്യമല്ല വരും കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നടാവേ ഇവ നമ്മുടെ താറിടിച്ചിട്ടാ. ശേ എന്താ അവസ്ഥയാണല്ലേ ഗായ്സ്. ഓക്കെ, എൻ്റെ താറിനടിക്കാൻ നമുക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഇപ്പൊ കാണിച്ചുതരാം കേട്ടാ. അതാണ്ട് എൻ്റെ കയ്യിലിരിക്കണ RPG ആണ്. അയ്യോ ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചത് ഗായ്സ്? നമ്മളാണെങ്കിൽ RPG വിട്ട സമയത്ത് നമ്മുടെ താറും കൂടെ താണ്ട പൊട്ടിത്തെറിച്ച്. ശേ ഇതിപ്പോ എന്താ അവസ്ഥയാണല്ലേ. നമ്മുടെ കയ്യിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന കിടില വണ്ടിയായിരുന്നു കേട്ടാ, അതിപ്പോ പോയി. നമുക്കില്ല നൈസാണെന്നല്ല ഈ പോലീസുകാരൻ്റെ വണ്ടി എടുത്തിട്ട് പോകാം കേസ്. ഓക്കെ, അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ വണ്ടിയൊന്നുമില്ല. ഒന്ന് പോടാണെന്ന് ചുമ്മാ ആണെന്ന് വെടിവെച്ച്. എൻ്റെ മോനെ ഗായ്സ് നമുക്കിവിടെ 5 സ്റ്റാർ വാണ്ട ലെവൽ ആയിട്ടുണ്ട് കേട്ടാ. ഒന്നെടുത്തോണ്ട് പോടോ. ഇവന്മാര് കാരണമാണ് കേസ് എൻ്റെ വണ്ടി പോയത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്തായാലും ഇപ്പൊ ഈ ഒരു പോലീസുകാരുടെ വണ്ടി കിട്ടിയില്ലേ, നമുക്കിത് നൈസായിട്ട് മോഡിഫൈ ചെയ്യാൻ കേസ്. ഓക്കെ, മോഡിഫൈ ചെയ്ത് പക്കയാക്കി നമുക്കതെല്ലാം ഇറക്കാം കേസ്. ഓക്കെ ഓക്കെ ഇതാണ് കേസ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഗ്യാരേജ് എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും നേരെ ഇതിലോട്ടെന്തായാലും കയറ്റാം കേസ്. എന്നിട്ട് ഈ വണ്ടി ഫുള്ള് പക്കയാക്കി മോഡിഫൈ ചെയ്ത് ഇറക്കാം കേസ്. ഓക്കെ, നൈസായിരിക്കും. ഓക്കെ, ഈ പോലീസുകാരന്മാർക്കുള്ള കുഴപ്പമുണ്ടാ? നമ്മളാണെങ്കിലല്ലേ വണ്ടി മോഡിഫൈ ചെയ്യാൻ കയറ്റിയതാണ് കേട്ടാ. ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചത്? നമ്മുടെ വണ്ടി താണ്ട് ഇവന്മാരെ തല്ലി പൊട്ടിച്ച് വണ്ടി കത്തി. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ് കേസ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പൊ എന്തായാലും ഞാൻ എന്തായാലും വഴിയിൽ നിന്ന് എന്തായാലും ഒരു വാഗണറൊക്കെ എന്തായാലും അടിച്ചാടിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് എന്നാലും ഈ ഒരു വണ്ടി കൂടെ നല്ല കത്തിച്ചിട്ടോണ്ടിരിക്കുകയാണ് കേട്ടാ. നമുക്ക് നേരെ ഷോറൂമിൽ പോകാം കേസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ കാറുകളൊക്കെ മോഡിഫൈ ചെയ്ത് സൂപ്പറാക്കാന്ന് വിചാരിച്ചാണ്. ഓക്കെ, പക്ഷേ പോലീസുകാരന്മാർ തന്നെ ആ കാറിനെ നശിപ്പിച്ചു തുടങ്ങി. ഓക്കെ, അത് മാത്രമല്ല കേസ്. ഓക്കെ, അവന്മാർ കാരണം നമ്മുടെ താറും കൂടെ പോയേട്ടാ. നമുക്കിനിയിപ്പോൾ ഒരു കിടലും പുതിയ വണ്ടി അങ്ങ് എടുക്കാം കേസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെപ്പാടുള്ള ഒരു ഹണ്ടറാണ് കേട്ടാ. അതും കൂടെ ഇനി പോയാൽ എനിക്ക് വയ്യ കേസ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കാം കേസ്. ഓക്കെ, നമ്മളെപ്പോഴും കാറിൽ എടുക്കണം. ഓക്കെ, നമുക്കൊരു ബൈക്ക് എടുക്കാം കേസ്. ഓക്കെ, ഈ വാഗണർ ഇവിടെ കിടന്നോട്ടെ, ഇത് എൻ്റെ കാറെന്നല്ലോ. ഓക്കെ, വല്ലവൻ്റെ കാറാണ്. ഓക്കെ, വഴിയിൽ നിന്ന് അടിച്ചു പറ്റിയാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഈ ഷോറൂമിൽ കയറാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കാം. ഓക്കെ, പക്ഷേ എൻ്റെ പൊന്നെ നമ്മുടെ ടോമിക്ക് നല്ല രീതിക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഓക്കെ, കാരണം കയ്യിലുള്ള എല്ലാ വണ്ടിയും പോയി. ഓക്കെ, നമുക്ക് എന്തായാലും ഇല്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കൊരു അടിപൊളി വണ്ടിയൊക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും വണ്ടി ഇപ്പോൾ എടുക്കാം. പൾസറുണ്ട്, റോയൽ എൻഫീൽഡ്, ബുള്ളറ്റ്, ഹണ്ടർ, ഇതേത് വണ്ടി? ഇത് ഹയാബൂസയാണ്. ഹയാബൂസ അല്ലേ, വേറെ ഏത് യമഹയുടെ വണ്ടിയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം നമുക്ക് ഡ്യൂക്ക് എടുക്കാം. ഓക്കെ, ഡ്യൂക്ക് നൈസായിട്ട് എൻ്റെ ഇതിലുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഡ്യൂക്കുകളൊക്കെ നൈസായിട്ട് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഡ്യൂക്കുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഈ ഒരു ഡ്യൂക്കുകളൊക്കെ എന്തായാലും എടുക്കാനായിട്ട് പോകട്ടെ. ഈ ഒരു ഡ്യൂക്കുകളൊക്കെ ബാക്കിൽ കണക്കാണ് കിടക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ എൻ്റെ മോനെ നമ്മുടെ പുതിയ വണ്ടീസ്. ഓക്കെ, ഇതും കൂടെ പോയാൽ എനിക്ക് വയ്യ കേട്ടോ. ഓക്കെ, കാരണം ഞാൻ ഇതും കഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനിയും കുറേ ക്യാഷൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്കില്ല ഈ ഡ്യൂക്ക് കുറച്ച് പണികൾ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടി കൊണ്ട് നേരെ ഷോറൂമിൽ പോയി എന്നിട്ട് കുറച്ച് പണി ചെയ്യാം കേട്ടാ. എൻ്റെ മോനെ സീൻ വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ KTM ഡ്യൂക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഈ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ പോകാം കേസ്. എന്നിട്ട് ഈ വണ്ടി ഒന്ന് കട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് എന്തായാലും എടുക്കാം കേസ്. അപ്പോൾ ഒടുക്കത്തെ ലുക്കായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും അല്ലേ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ. ഓക്കെ, ഈ ദിവസം. ഓക്കെ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ. ഓക്കെ, എന്തിനാന്ന് തോന്നുന്നു ആ പോലീസുകാരന്മാരെ അവിടെ വണ്ടി നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, മിക്കവാറും നമ്മൾ മറ്റേ ബാങ്ക് റോബ് ചെയ്തതിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇന്നലെ തന്നെ വലിയൊരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നല്ല വണ്ടി എന്തായാലും അടിപൊളിയായിട്ട് എന്തായാലും എടുക്കാം. ഓക്കെ, നമുക്ക് വണ്ടിയുടെ കളർ മാറ്റിയാലോ? എൻ്റെ മോന് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, കുറേ കളറുകളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് ഏത് കളർ അടിക്കാം? നമുക്ക് വണ്ടി നല്ല മാച്ച് ആവണ ഒരു കളർ അടിക്കാം കേട്ടാ. ഓറഞ്ച് അടിച്ചാലാ? ഓറഞ്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടാ, നല്ല മാച്ച് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വൈറ്റ് അടിക്കണം, അല്ലെങ്കിൽ ബ്ലാക്ക് അടിക്കണം. ഓക്കെ, വൈറ്റ് എന്തായാലും വേണ്ട. ഓക്കെ, ബ്ലാക്ക് അടിച്ചാലാ? വേണ്ടേ. സോ ഈ ഓറഞ്ചിന് അടിക്കാം കേട്ടോ. ഓറഞ്ച് കാണാൻ നല്ല പ്രത്യേക ലുക്കുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ കളർ നമ്മളെപ്പോഴും ബ്ലാക്കാണ്. ഓക്കെ, നമുക്ക് ഹോൺ മാറ്റാം. ഹോൺ ഏത് വയ്ക്കാം? എയർ ഹോൺ വയ്ക്കാമോ വേറെ വല്ല ഹോൺ വയ്ക്കാമോ? നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോണുകളൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ.
ഇനിയിപ്പോൾ വീൽ ഓക്കെ, വീലെല്ലാം അടിപൊളി വീല് തന്നെ വണ്ടിക്ക് കൊടുക്കണം കേസ്, അല്ലാതെ ശരിയാകത്തില്ല ഓക്കെ. പക്ഷേ എൻ്റെ മോനെ ഇഷ്ടം പോലെ വീലുകളുണ്ട് കേട്ടാ, ഇതൊക്കെ അടിപൊളി വീലാണ് കേട്ടോ. ഓ ഈ വീൽ നൈസായിട്ട് എന്തായാലും ഇല്ല ഓക്കെ, വണ്ടിക്ക് അത്യാവശ്യം ചേരുന്നുണ്ട് ഓക്കെ. ഇപ്പോൾ ഉള്ള വീൽ ഇതാണ് ഓക്കെ, അത് വേണ്ട ഓക്കെ. എൻ്റെ മോൻ ഈ വീല് നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ, പക്ഷെ കളർ കാണാൻ ഒരു ഭംഗിയില്ല ഓക്കെ. എൻ്റെ ഈ വീലും ഉള്ള ഇത് നല്ല ഈ വണ്ടിക്ക് ചേരണം ഓക്കെ, ഈ വീലും ഓക്കെ ഓക്കെ. അതിൻ്റെ കളറൊക്കെ അത് കൊടുക്കാം, ബ്ലാക്ക് കൊടുത്താൽ ഒരു വെറൈറ്റി, അതാ വൈറ്റ് കൊടുക്കണം, വൈറ്റാണ് ബോർ ഓക്കെ. ബ്ലാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഓറഞ്ച് കൊടുക്കണം ഓക്കെ. വേറെ ഏതെങ്കിലും കളറുണ്ടോ? ഓക്കെ നമുക്ക് ഓറഞ്ച് തന്നെ മതിയെന്ന് തോന്നുന്നില്ലേ, ഓറഞ്ച് കാണാൻ നൈസായിട്ടുണ്ട് ഓക്കെ. അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കണം ഓക്കെ, ബ്ലാക്ക് കൊടുക്കുക, ബ്ലാക്ക് കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ, ബ്ലാക്ക് തന്നെ മതി ഓക്കെ. ഇനിയിപ്പോൾ സസ്പെൻഷൻ ഓക്കെ, സസ്പെൻഷൻ പൊക്കണോ അതോ താത്തണം ഓക്കെ, എന്ത് പറയാണ്. നമുക്കൊരു കാര്യം, നമുക്കൊരു മീഡിയം വെക്കാം ഗൈസ് ഓക്കെ. ഇത്രയും പൊക്കണ്ട, ഭയങ്കര അലമ്പാവും ഗൈസ് ഓക്കെ. നമുക്ക് അല്ലെങ്കിൽ ഫുള്ള് താത്തല്ലേ, അല്ലെങ്കിൽ അത് വേണോ, ഫുള്ള് താത്തണോ അതോ പൊക്കണോ? നമുക്ക് വീലടിക്കാൻ നല്ല നമ്മുടെ മറ്റേ വണ്ടി വീലടിക്കുമല്ലോ വീലൊക്കെ, വീലടിക്കാൻ അത്യാവശ്യം നല്ല എളുപ്പമെന്ന് വെച്ചാൽ ഫ്രണ്ട് പൊക്കണേണം ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, കാരണം ഒരു മീഡിയം പൊക്കാം ഗൈസ് ഓക്കെ, അധികം പൊക്കണ്ട ഓക്കെ, അധികം പൊക്കി ഭയങ്കര വൃത്തിയിടായിരിക്കും ഓക്കെ. ഇവിടുത്തെ റോഡുകളൊക്കെ പിന്നെ പൊട്ട റോഡുകളാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിക്കെല്ലാം വലിപ്പം വേണം ഗൈസ് ഓക്കെ, വീലിനൊക്കെ ഓക്കെ. കുറച്ചുകൂടെ താത്ത, ഇതെന്തോ ഭയങ്കര വൃത്തിയാണ് ഓക്കെ. ഇത്രയും മതി ഗൈസ് ഓക്കെ. ഇവിടുത്തെ റോഡിലൊക്കെ പോകണമെങ്കിൽ അല്പം കൂടെ വണ്ടിക്ക് സസ്പെൻഷൻ പൊക്കണം ഗൈസ് ഓക്കെ. വീലിൻ്റെ സൈസ് ഓക്കെ, വീലിൻ്റെ സൈസ് ഇങ്ങനെ ആക്കിയാലാ, പക്ഷേ എൻ്റെ പൊന്നെ ഇതെന്തോടെ ഡ്യൂക്കാണെന്ന് പോലെ മനസ്സിലാവില്ല ഓക്കെ. അതെങ്ങനെ ആക്കണോ, അമ്പോ ഇതെന്തോടെ കുട്ടി ടയറാണ് ഓക്കെ. ഇത് ഭയങ്കര അലമ്പായിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും അല്പം എന്തായാലും ഒന്ന് കൂട്ടാം ഗൈസ് ഓക്കെ. ഇത്രയൊക്കെ മതി ഓക്കെ, ഇത്രയും മതിയെന്ന് തോന്നില്ലേ, കുറച്ച് അല്പം കൂടെ കൂട്ടാം ഗൈസ് ഓക്കെ. ഇത്രയും വയ്ക്കാം ഓക്കെ. എൻ്റെ പൊന്നെ നമ്മുടെ ഇത് കാണാനില്ല ഗൈസ്, നമ്മുടെ ഇത് മഡ്ഫ്ലപ്പ് കാണാനില്ല ഗൈസ് ഓക്കെ. ഇത്രയും വയ്ക്കാം ഗൈസ്, ഇത്ര വയ്ക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വണ്ടിയുടെ വേണമെങ്കിൽ അലമ്പാക്കിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫ്രണ്ടിലൊക്കെ സ്റ്റിക്കർ കൊടുക്കുക ഓക്കെ, ഏതും എടുക്കാം. ഫ്രണ്ടിൽ സ്റ്റിക്കർ അടിക്കാൻ പറ്റില്ല, ലെഫ്റ്റിൽ അടിക്കാൻ പറ്റുമോ? ലെഫ്റ്റിൽ അടിക്കാൻ പറ്റും ഓക്കെ. നമുക്ക് ഇത് അടിക്കാം ഓക്കെ, റൈറ്റിലും അടിക്കാം ഏതെങ്കിലുമൊക്കെ ഓക്കെ. നൈസ് ഓക്കെ. നമുക്ക് പിന്നെ സ്റ്റിക്കർ അടിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് കൊടുക്കാം ഓക്കെ. നമുക്ക് ഇപ്രാവശ്യം റേസിങ് വെക്കാം ഗൈസ് ഓക്കെ, റേസിങ് മതി ഓക്കെ. നമുക്കിനി നൈട്രോ ഓക്കെ, നൈട്രോ എന്തായാലും വേണം ഓക്കെ. ടയർ സ്മോക്ക് ഓക്കെ, ടയർ സ്മോക്ക് ഏതൊക്കെ, ഓറഞ്ച് മതി ഓക്കെ. പക്ഷേ എൻ്റെ പോലെ നൈസ് ഓക്കെ. അങ്ങനെ നമ്മുടെ ഡ്യൂക്ക് അങ്ങനെ പണിഞ്ഞിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് വണ്ടി വിറയ്ക്കണം ഓക്കെ, അതെന്താന്നൊക്കെ. എൻ്റെ മോനെ നമ്മുടെ വണ്ടിയുടെ ഹോൺ നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണ് ഗൈസ് ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോണാണ് നമ്മുടെ വണ്ടിക്ക് വെച്ചോക്കെ. വണ്ടിയുടെ മഡ്ഫ്ലപ്പ് ഒന്നും കാണാനില്ല കേട്ടോ, എവിടെയോ പോയി ഗൈസ് മഡ്ഫ്ലപ്പ് ഓക്കെ. പക്ഷെ എൻ്റെ മോനെ ഗൈസ് നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ വണ്ടി വീലടിക്കുകയാണ് ഗൈസ് ഓക്കെ. അങ്ങനെ തന്നെ വീലടിക്കാം ഗൈസ് ഓക്കെ. വീലടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഗൈസ് ഓക്കെ. നമുക്കപ്പോൾ ഇതുകൊണ്ട് നേരെ വീട്ടിൽ പോകാം ഗൈസ് ഓക്കെ. നമ്മുടെ ടോമിയുടെ ചേട്ടൻ എന്തായാലും വെയിറ്റ് ചെയ്ത് എന്തായാലും നിൽക്കുകയാണ്. ഇതിപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകണം ഓക്കെ. നമുക്കിതുവഴി കറങ്ങി പോകാം ഗൈസ് ഓക്കെ. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് കണ്ടൊക്കെ ഓടിക്കാം ഗൈസ് ഓക്കെ. ഈ വണ്ടി ഇവിടെ പോയാൽ എനിക്ക് വയ്യ ഗൈസ് ഓക്കെ. ഇത് തന്നെ കുറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ നൈസ് വണ്ടി കേട്ടാ, നല്ല കൺട്രോളുണ്ട് ഓക്കെ. നമുക്ക് നല്ല വീലടിച്ച് കയറ്റാം ഗൈസ് സ്പീഡിനകത്തൊക്കെ. എൻ്റെ മോനെ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എൻ്റെ മോനെ ഏതാ ലുക്കല്ലേ, ഒന്നും പറയണ്ട ഗൈസ് ഓക്കെ. നൈസ് വണ്ടിയാണ് ഓക്കെ. നമ്മുടെ ഈ വണ്ടി ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ എന്താ ടയർ സ്മോക്ക് വരാത്ത, നമുക്ക് എന്തായാലും വീട്ടിയിട്ട് അടിച്ചോ ഗൈസ് ഓക്കെ. ഡ്രിഫ്റ്റ് അടിച്ചോക്കെ, വീട്ടിയിട്ട് ഡ്രിഫ്റ്റ് അടിക്കാം ഓക്കെ. അപ്പോൾ എന്തായാലും ടയർ സ്മോക്ക് വരുമെന്ന് തുടങ്ങി, നമുക്ക് നോക്കി നോക്കാം ഓക്കെ. എടാ ടോമിയെ നീ പുതിയ വണ്ടിയൊക്കെ എടുത്താ? ആടാ ടൈഗറാ, ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത്. എന്നാലും എൻ്റെ ടോമിയെ നൈസ് വണ്ടിയുടെ എന്തായാലും ഉണ്ട് കേട്ടാ, എനിക്ക് നല്ലൊരു ഇഷ്ടമായി. എടാ നീ പുതിയ വണ്ടിയൊക്കെ എടുത്തില്ലേ? ചേട്ടാ ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത്. എടാ ടോമിയെ നൈസ് വണ്ടിയായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ, നല്ല രസമുള്ള വണ്ടിയാണ്. ചേട്ടാ നമുക്കപ്പോൾ എന്തായാലും ഇല്ലേ നമ്മുടെ ഈ ഒരു പുതിയ വണ്ടി നമുക്ക് നേരെ എന്തായാലും ഇതിൻ്റെ അകത്തേറ്റാം. അല്ലടാ ടോമിയെ നമ്മുടെ മറ്റേ വണ്ടി ഇവിടെ മറ്റേ താറ്. അയ്യോ ചേട്ടാ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ആ വണ്ടി എൻ്റെ പാട്ടിന് പോയി. ബെസ്റ്റ്, നിനക്ക് മര്യാദ കയറാൻ വണ്ടി ഓടിക്കാൻ ഇറങ്ങണല്ലോ, അതിൻ്റെ കുഴപ്പമായിരിക്കും. ഒന്ന് പോ ചേട്ടാ. അല്ല പിന്നെ ഓക്കെ. അപ്പം നമ്മുടെ പുതിയ വണ്ടി എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയട്ടാ. എന്തായാലും എനിക്കെന്തായാലും നല്ല രീതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വണ്ടിയാണ് ഓക്കെ, നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ ഏതാണ് ഡ്യൂക്കൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.